നവംബർ 18 നടക്കുന്ന കുട്ടികളുടെ ഹരിതസഭയ്ക്ക് വേണ്ടി ഒരു വീഡിയോ തയ്യാറാക്കാൻ ഇറങ്ങിയതാണ് ഞാനും ഉപ്പച്ചിയും. എന്തൊരു ചൂടാ, ഭൂമി ഒഴുകിയണി. ഈ കൊടും ചൂടിലെന്താ ഇവിടെ മാത്രം ഇത്ര തണുപ്പ്? ഈ പച്ചപ്പാണ് ഈ ഭൂമിയെ ഇത്രയും തണുപ്പിക്കുന്നത്. ഈ ഹരിതം. നമ്മളുടെ ഭൂമി ഇപ്പോൾ മരണഭീഷണിയിലാണ്. ഭൂമിയെ ഭീഷണിപ്പെടുത്തുന്നത് ആരാണെന്നറിയാമോ? നമ്മൾ തന്നെയാണ്. ഞാൻ ഇന്ന് കുറച്ച് കാഴ്ചകൾ കണ്ടു. നിങ്ങൾക്കും അത് കാണിച്ചു തരാം. നിങ്ങൾ അത് കണ്ടിട്ടുണ്ടാവും, പക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. എൻ്റെ കൂടെ വരൂ. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. മലിനമായ ജലാശയം, അതിമലിനമായൊരു ഭൂമിയും. ഇനി വരും ഒരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇവിടെ വാസം സാധ്യമോ? നിങ്ങൾ ഈ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്ത് ചെയ്യുന്നു പറയാമോ? അതായത് തരംതിരിച്ചിട്ട് നല്ല ഇതിപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് വൈറ്റ് HM ആണ്. ഇങ്ങനെ നമ്മൾ ഒരു 5 തരംതിരിക്കും. പാലിൻ്റെ കവറൊക്കെ വേറെ ആയിട്ട് എടുത്തിട്ട് എന്നിട്ട് അത് ഇതേപോലെ 5 തരംതിരിച്ചിട്ട് ഇത് സെഗ്രിഗേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് റീസൈക്ലിങ് ചെയ്യാനാണ് ഞങ്ങൾ കൊണ്ടുപോകുന്നത്. അപ്പോൾ ഒന്നും നമ്മൾ വെറുതെ കത്തിച്ച് കളയാനുള്ള കത്തിക്കാൻ പാടില്ല കേട്ടോ. അങ്ങനെ അതിനു വേണ്ടിയാണ് ഇത് കൊണ്ടുപോകുന്നത്. എല്ലാ വീടുകളിലും ഇത് എടുക്കൂ. എല്ലാ വീടുകളും നമുക്ക് തരണം. അത് സർക്കാർ നിയമമാണ്. ഇനി ഇത് കത്തിക്കാൻ പാടില്ല. ഈ കത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ക്യാൻസർ അങ്ങനെയുള്ള അസുഖങ്ങളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയാണ്. അതൊന്നും ഇപ്പോഴുണ്ട്. ഇനി വരും തലമുറകൾക്ക് ഇങ്ങനെയുള്ള അസുഖങ്ങൾ പാടില്ല, വരാതിരിക്കാനും കൂടിയാണ് സർക്കാർ ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നത്. ഇവർ ശേഖരിക്കുന്ന മാലിന്യങ്ങൾ റീസൈക്കിൾ ചെയ്യപ്പെടും. ഓർക്കുക, അതൊരിക്കലും ഭൂമിക്ക് ഭീഷണിയല്ല. നമ്മുടെ ഭൂമിയുടെ ഭാവി തകർക്കുന്ന ഒന്നാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ. ഇതിൽ നിന്ന് നമ്മൾ മുക്തി നേടണം. ഇലകൾ മൂളിയ മർമരം, കിളികൾ പാടിയ